നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കൊച്ചു യാത്ര പോകാം. അതും മഞ്ഞ് പോൽ കുളിരുന്ന ആ മൂന്നാറിലേക്ക്. വെറും 15 മിനിറ്റ് കൊണ്ടൊരു മൂന്നാർ യാത്ര. വാഹനത്തിനുള്ളിലെ ആ ആലക്തിക ദീപങ്ങൾ ഒന്നൊന്നായി മിഴി തുറന്നപ്പോൾ കിടിലൻ ഡോൾബി എഫക്റ്റിൽ ലവ്ലി ബേബിയും രതിപുഷ്പവും ഇലൂമിനാറ്റിയും പാലാപ്പള്ളിയും ഒക്കെ പതഞ്ഞൊഴുകിയെത്തിയപ്പോൾ പലരും അടിമുടി ഇളകിയാടി. രാത്രി ആയതുകൊണ്ടാകാം അധികം ട്രാഫിക് ബ്ലോക്കിലൊന്നും കുരുങ്ങാതെ രാവിലെ ഏതാണ്ട് 9 മണിയോടെ നമ്മളിതാ മൂന്നാറിലെത്തി. അവിടെ നിന്നും നമ്മൾ നേരെ കുണ്ടള ഡാമിലേക്കാണ് പോകുന്നത്. പാൽനുര പരത്തി വെള്ളമങ്ങനെ പതഞ്ഞൊഴുകുന്നത് നോക്കൂ, എന്ത് രസമാണല്ലേ. പിന്നെ നമ്മൾ ഇതാ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. മനോഹരമായ വഴിക്കാഴ്ചകൾ അല്ലേ. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് മലയുടെ മുകളിലെത്താറായി. വഴിയുടെ ഇടത് ഭാഗത്തായി നീണ്ടു നിവർന്നു കിടക്കുന്ന ആ ഹരിതാഭ മലനിരകളെ നോക്കൂ. ഇടയിൽ വലിയ അപ്പൂപ്പൻ താടികൾ പോലെ കോടമഞ്ഞിൻ്റെ ശകലങ്ങൾ. ആ കാഴ്ചയെ നമ്മൾ എങ്ങനെ ഒളിമങ്ങാതെ നമ്മുടെ ഓർമ്മയിൽ പകർത്തി സൂക്ഷിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. മഞ്ഞിൻ വിലോലമാം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞ കിളിത്തൂവൽ പോലെ. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് നമ്മൾ വ്യൂ പോയിന്റിലെ ടവറിന് സമീപമെത്തി. പിന്നെ ടിക്കറ്റ് എടുത്ത് ഇതാ ടവറിൽ കയറി. മുൻപിൽ നമ്മെ ആകെ ഭ്രമിപ്പിക്കുന്ന അതിസുന്ദരൻ കാഴ്ചകളാണ്. ശരിക്കും നോക്കൂ, പച്ച പട്ടുമെത്തമേൽ അലസയായി അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നു ആ വനസുന്ദരി. ഒരു ചെറുമയക്കത്തിൽ ഇടയ്ക്കെപ്പോഴോ ഒന്ന് തിരിയവേ ഊർന്നു വീണ ആ ഹരിത കമ്പളത്തിനും അപ്പുറം ഉയർന്നു നിൽക്കുന്നു അവളുടെ ആ സ്തനദ്വയങ്ങളെ. കാണികളുടെ കാഴ്ചയിൽ നിന്നും മറയ്ക്കാനെന്നോണം ഒരു മന്ദമാരുതൻ നേർത്ത മഞ്ഞിൻ്റെ ഒരു അതിലോല വെള്ളക്കമ്പളത്തിനാൽ ഇതാ അവളെ വീണ്ടും പുതപ്പിക്കുന്നു. ശരിക്കും ഇതല്ലേ ഭൂമിയിലെ സ്വർഗം? ഇതല്ലേ ദൈവത്തിൻ്റെ ആ സ്വന്തം നാട് എന്ന് തോന്നിപ്പിക്കും ആ ദൃശ്യവിരുന്ന്. കൂടെയോ മനവും തനുവും കുളിരുന്ന തണുപ്പും. ഒട്ടും മനസ്സില്ല, എങ്കിലും നമുക്ക് മടങ്ങാൻ സമയമാകുന്നു. ഇനി നമ്മൾ നേരെ രാജാക്കാട്ടേക്കാണ്. കാരണം അവിടെ ലെമൺ ഗ്രാസ് ഹോട്ടലിലാണ് നമ്മുടെ ഇന്നത്തെ താമസം. പിന്നെ എല്ലാം മറന്നൊരു ഉറക്കമുണർന്നതോ ഇതാ കോടമഞ്ഞണിഞ്ഞ സുന്ദരൻ പ്രഭാതത്തിലേക്ക്. രാജാക്കാടിൻ്റെ ആ രാജകീയ സുപ്രഭാതം. ഇന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടി മൂന്നാറിലേക്ക് പോവുകയാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, പ്രശസ്തമായ ആ ഗ്യാപ്പ് റോഡ് യാത്ര ഒന്ന് ആസ്വദിക്കാൻ. നമ്മൾ യാത്ര ചെയ്യുന്നത് കേരളത്തിലൂടെ തന്നെയാണോ എന്ന് ശരിക്കും സംശയിക്കുമാറ് അത്ര സുന്ദരവും നമ്മുടെ ആ കേരള ട്രേഡ് മാർക്ക് ഗട്ടറുകൾ ലെവലേശം ഇല്ലാത്തതുമായ വഴി. മലമടക്കുകളിലൂടെ അതങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്നു, ഒരു രാജവെമ്പാലയെപ്പോലെ തികഞ്ഞ തലയെടുപ്പോടെ. ഇരുവശത്തും നയന മനോഹരമായ കാഴ്ചകൾ. ഒരു വശത്ത് ഹരിതാഭമാർന്ന തേയിലക്കാടുകളെങ്കിൽ മറുവശത്ത് ഉയർന്നു താഴ്ന്നു പോകുന്ന മലമടക്കുകൾ. ഇനി നമ്മൾ കുറച്ചു നേരം ആ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് സ്വസ്ഥമായി.
ഇടയ്ക്ക് വലതുവശത്തായി വലിയൊരു ജലാശയം കണ്ടപ്പോൾ ഞങ്ങൾക്ക് വണ്ടി നിർത്താതിരിക്കാനായില്ല. ഈ ഒരൊറ്റ ചിത്രം പറയും ആ കാഴ്ചകളെക്കുറിച്ച് കൂടുതൽ, അതിൻ്റെ ആ 100% നൈസർഗികതയെപ്പറ്റിയും. എല്ലാവരും തലങ്ങും വിലങ്ങും ഫോട്ടോകൾ പകർത്തുന്ന തിരക്കിലായി. കാഴ്ചകൾ കണ്ട് യാത്ര തുടർന്ന നമ്മൾ ഇടയ്ക്ക് നിർത്തി തേയിലക്കാടുകളിൽ നിന്നും ഇരുന്നും കിടന്നുമൊക്കെ കുറേയേറെ ഫോട്ടോകൾ പകർത്തി. വിരിച്ചിട്ട മെത്ത പോലെ നമ്മെ വല്ലാതെ ആകർഷിക്കുന്നതാണ് എവിടെയും തേയിലക്കാടുകൾ. ഉയർന്നും പിന്നെ നിവർന്നും പോകുന്ന ആ മലമടക്കുകളിൽ വിരിച്ചിട്ട ഒരു പച്ച പുതപ്പ് പോലെ തന്നെ ആ തേയിലക്കാടുകൾ. ഇടയ്ക്കൊക്കെ പാതയോരത്ത് പേരയ്ക്കയും കരിക്കുമൊക്കെ വിൽക്കുന്ന ചെറുകടകൾ. ആ കാഴ്ചകൾ കുറച്ചു നേരം നമുക്ക് കണ്ടങ്ങനെ പോകാം. ഒരു നിമിഷം ശ്രദ്ധയൊന്ന് മാറിയപ്പോൾ ഇടിച്ചു തകർന്ന ഒരു ഇരുചക്രവാഹനം അതേപടി ഇതാ വഴിയിൽ കിടക്കുന്നു. യാത്രയിൽ വേണ്ട മുൻകരുതൽ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത അത് നമ്മെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഗ്യാപ്പ് റോഡിലെ ഈ യാത്ര താമരശ്ശേരി ചുരത്തിലെ ആ വയനാടൻ യാത്രയെ ഓർമ്മപ്പെടുത്തും, ആ ഹെയർപിൻ വളവുകൾ ഇല്ലെങ്കിൽ പോലും. എന്നാൽ ദൂരക്കാഴ്ചകൾ അതിനേക്കാൾ മനോഹരം. വീശിയെത്തുന്ന ആ കോടമഞ്ഞിൻ്റെ കുളിര് നമ്മുടെ മനസ്സിലേക്കും കടന്നെത്തുന്നു, അല്ലേ? അതാ അങ്ങ് ദൂരേക്ക് നോക്കൂ, ആ വലതുവശത്ത് കാണുന്നില്ലേ നിങ്ങൾ ആ കാഴ്ച? ഇങ്ങനെ വർണ്ണിക്കണം ആ കാഴ്ചയെ. അനേകമടി ഉയരത്തിൽ നിന്നും ആ കനത്ത പാറക്കൂട്ടത്തെ തഴുകി തലോടി പുറമേക്ക് പരുക്കനായിരുന്ന അവനെ ഒരു മാൻകുട്ടിയെപ്പോലെ ഒതുക്കവും മയവുമുള്ളവനാക്കി പിന്നെ അവൻ്റെ പിടിയിൽ നിന്നും കുതറി മാറി കിലുകിലച്ചിരിച്ച് താഴേക്ക് ഓടിയിറങ്ങി റോഡിനടിയിൽ അല്പനേരം ഒളിച്ചു കളിച്ച് പിന്നെയും അതാ ആ അപ്പുറത്തെ തേയിലക്കാട്ടിനുള്ളിലേക്ക് മറയുന്ന ഈ കുസൃതി കുടുക്കയെ, ആ ശബ്ദം കൂടി നമുക്കിവിടെ അതേപടി പകർത്താം. എന്താ?
മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നപ്പോഴാണ് അത് സംഭവിച്ചത്. പെട്ടെന്ന് ചുറ്റുപാടും വല്ലാതങ്ങ് മാറി. കനത്ത കോടമഞ്ഞ് എങ്ങും നിറഞ്ഞു പരന്നു. നിങ്ങൾ പോകല്ലേ ഇവിടെ നിന്നും എന്ന് ആരോ ഞങ്ങളോട് പറയുന്നത് പോലെ മുന്നിലെ കാഴ്ചകൾ ഏതാണ്ട് അവ്യക്തം. മഞ്ഞ് കണ്ടതും വണ്ടി നിർത്തി എല്ലാവരും ചാടി പുറത്തിറങ്ങി. പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെയും വീഡിയോ ഷൂട്ടിൻ്റെയും ഒക്കെ ബഹളം. പക്ഷേ ഇത്തരം അസുലഭ അനുഭവങ്ങൾ, ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് ഭാഗ്യം കൂടിയുണ്ടെങ്കിലേ ഏതൊരു യാത്രയിലും ലഭ്യമാകൂ. നമ്മുടെ ഈ 2ാം ദിനത്തിലെ മൂന്നാർ യാത്ര ഈ ഒരൊറ്റ അനുഭവത്തിൽ തന്നെ സമ്പൂർണ്ണ സഫലം. ശരിയല്ലേ? പാതയോരത്തെങ്ങും വണ്ടികൾ നിർത്തി ഓടമഞ്ഞാസ്വദിക്കുന്ന സഞ്ചാരികൾ. ചിലർ ആടുന്നു, മറ്റു ചിലർ പാടുന്നു. യാമിനി വേളാവതിയായി തെന്നൽ തഴുകുമ്പോൾ കളറും താമരമലരായി തുടുതുടെ തുടുക്കും പൂങ്കവിൽ മകനന്റെ മലർക്കുടമായി ശേഷം മൂന്നാർ ടൗണിൽ ചെറിയ ഷോ. പ്രകൃതിയുടെ മിശ്രണവും കണ്ണൻ ദേവൻ്റെ പാക്കിങ്ങും ഹോംമെയ്ഡ് ചോക്ലേറ്റുകളും ഒക്കെ വണ്ടിയിൽ ആവോളം നിറഞ്ഞു. അതിനിടയിൽ റോഡരികിലെ ഈ കൊച്ചു തോട് വല്ലാത്തൊരു സങ്കടം പറഞ്ഞു. ഇത്ര നല്ല കാഴ്ചകൾ നിങ്ങൾ മനുഷ്യർക്കായി ഞങ്ങളിവിടെ ഈ മൂന്നാറിൽ ഒരുക്കി വെച്ചിട്ടും എൻ്റെ സ്ഥിതി ഒന്ന് നോക്കൂ. നിങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാലും മറ്റും ഒരു അനാഥ ജന്മം പോലെ ഞാൻ ഇങ്ങനെ ഇവിടെ ആർക്കും വേണ്ടാതെ ഒഴുകുകയാണ്. ശരിയാണ് അവൾ പറഞ്ഞത്. പക്ഷേ മടക്കയാത്രയ്ക്കുള്ള സമയമാകുന്നു. ഇതാ ചെറിയ ചാറ്റൽ മഴയിലൂടെ മൂന്നാർ നമ്മളെ വല്ലാത്തൊരു സങ്കടത്തോടെ യാത്രയാക്കുകയാണ്. ആ നേർത്ത ചാറ്റൽ മഴയിൽ ഒഴുകിപ്പരക്കുന്ന കോടമഞ്ഞിൽ അവൾ, ആ മൂന്നാർ അതിസുന്ദരിയായി വിലാസവതിയായി അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ മടങ്ങും നമ്മൾ? പക്ഷേ മടങ്ങിയേ മതിയാവും. ജീവിതത്തിൻ്റെ ആ തിരക്കുകളിലേക്ക്, നഗരത്തിരക്കിലേക്ക്. ആ തിരക്കിന് അല്പം രസക്കൂട്ട് പകരാനാണല്ലോ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ യാത്ര നടത്തിയതും അല്ലേ? ഓർക്കുക, യാത്രകൾ നടത്താനുള്ള ഒരു അവസരവും പാഴാക്കാതിരിക്കുക. കാരണം നിത്യജീവിതത്തിൻ്റെ കൂടപ്പിറപ്പുകളായ ആ അനാവശ്യ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ശക്തി തരും, ഒരു പുതുജീവൻ പോലെ. രണ്ടു ദിനങ്ങൾ നീണ്ടുനിന്ന സുന്ദരവും സുഖപ്രദവും സുരക്ഷിതവുമായ ഒരു യാത്ര സാധ്യമാക്കിയതിന് ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ വിട. സ്വന്തം ബിനു മുനിപ്പള്ളി.